വാണിക്കുറ്റിയും വയത്തൂർക്കാരിയാണ് ഈശ്വര മുമ്പ് വടകന്റെ നാമചാരപട്ടണം മംഗചാരപട്ടണം ഗോവിന്ദപട്ടണം ഗോപാലപട്ടണം തിരങ്കപട്ടണം ചിരാപട്ടണം യക്ഷപട്ടണം പുതുപ്പട്ടണം വീഴുത്തുണ്ട് വാതകരെ കാണുകയും ചെയ്തു പടവരായും പടവരായിടവും പടവരായി പഠിപ്പും ശേഖരം കണ്ടം തമ്പപ്പരയും നഗരം മുന്നിൽ തൊപ്പുകയുന്നു എന്റെ തുണ്ടിവളപ്പുള്ളിയുടെ ധാരമായ തക്കവണ്ണം പ്രഭാത കാലത്തിനകത്ത് ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ എന്റെ തിരുപ്പും മനവും വാങ്ങിത്തളിന് കയ്യേറ്റിരിക്കുന്നതായ നന്മുഹൂർത്തമാണല്ലോ. എന്റെ തിരുതാപുരത്തങ്ങളൊക്കെ നിൽച്ചാലും ഗ്രാഹ്യമുള്ളതായിരിക്കുന്ന ആചരങ്ങൾ തന്നെയാണ് എന്റെ തറവാട്ടകത്തും എന്റെ പുറത്തിൻ്റെതായിരിക്കുന്ന ഹൃത്തകത്തിനകത്തും അതൊക്കെയും പതിഞ്ഞിരിക്കുന്നതായ രേഖയാണല്ലോ. എന്നിരുന്നാലും മർമ്മമായിരിക്കുന്ന ഭാഗത്തെ എടുത്ത് ചിന്തിച്ച് കഠിങ്ങനെ പ്രകാരത്തിനകത്ത് തറവാടാധാരമായിട്ട് കൈയെടുക്കേണ്ടതായിരിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ദൈവം തൊണ്ടച്ചിൻ്റെതായിരിക്കുന്ന ചൂട്ടിൻ്റെതായിരിക്കുന്ന പ്രഭക്ക് ആദിത്യന്റെ മങ്ങലേക്കാതെ കണ്ടതൊക്കെ വണ്ണം നിലനിൽക്കേണ്ടതായിരിക്കുന്ന അനുഭവങ്ങളാണല്ലോ, മുഹൂർത്തങ്ങളാണല്ലോ. അതുകൊണ്ട് പരന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവത്തെ ഞാൻ ചിന്തിക്കാതെ കണ്ട് ചുരുക്കിക്കണ്ട് ഞാൻ ചിന്തിച്ചു വെക്കട്ടെ. കുറെ നേരത്തോരടിച്ചു എന്റെ വേളക്കിയമ്മ കേൾക്കുന്നുണ്ടോ? നീയും എന്റെ കള മുക്കുറ്റിയും മൂവർ കുന്ന് നല്ലവേങ്ങ കരിമ്പുരക്കാട് നിങ്ങളെ 4 പുനമുണ്ടല്ലോ വേള കുത്തിയടക്കി കുഴാവസ്ഥ ഉണ്ടാക്കി തരണം. അന്ന് ഞാൻ ഭാരം ദുഃഖിച്ചു പോരേ. ഇങ്ങനെയാണ് ആയുധമില്ലാത്തത് കൊണ്ടുള്ളതായ പിണ്ടവതകളാണ്. ഇതൊക്കെയും കുത്തി അടക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു പണിയായുധം വേണ്ടേ? ആയുധമില്ലാത്തത് കൊണ്ട് ഞാൻ ഭാരം ദുഃഖിച്ചു. അന്നെന്റെ മേലെടുത്ത് ലക്ഷ്യത്തോട് വിശേഷിച്ചു എനിക്ക് 7 ഭാരം ഇരുമ്പും ഉരുക്കും കൊണ്ടുള്ളൊരു കുങ്കത്തിയാണ് പണിത് തരണം. അന്നെന്റെ മേലെടുത്ത് ലക്ഷ്യമ്മ 7 ഭാരം ഇരുമ്പും ഉരുക്കും കൊണ്ടല്ലോ കുങ്കത്തിയാണ് പണിത് പോരേ. ഭാരം ഉണ്ടാ ഇല്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ആയുധമെടുത്ത് പ്രവൃത്തി ചെയ്തിരിക്കുന്നതായ അസ്ത്രമാണല്ലോ ഞാൻ. അതുപോലെ 7 ഭാരം അന്ന് എന്റെ വലത് കൈയിനകത്ത് ആയുധമായിട്ട് നിന്നിനെങ്കിലും ഇന്ന് എന്റെ ഇടത് കൈയിനതായിരിക്കുന്ന അനുഭവം ഇതും 7 ഭാരത്തിന് തുല്യം തന്നെയാണ്. രണ്ടും തുല്യമായ ഭാരമായി പോയാൽ അല്ലേ ഒരു വിഷമതയാവൂലേ അല്ലെ? അതൊക്കെയും ശ്രദ്ധ ചെയ്യേണ്ടതായിരിക്കുന്നവരെയാണ് ശ്രദ്ധിക്കാം അല്ലെ. അന്ന് 7 ഭാരം ഇരുമ്പും ഉരുക്കും കൊണ്ടുള്ള ഉങ്കത്തിയാണ് വെളുതെന്നും കുത്തിയടക്കി കൊയിലാപത്തെ ഉണ്ടാക്കി കൊടുത്തു. അന്നെന്റെ മേലെടുത്ത് ലക്ഷ്യമുള്ളതായിരിക്കുന്ന പടിഞ്ഞാറ്റകത്ത് ചരിച്ചു വച്ചിരിക്കുന്നതായ മുക്കുറ്റിയെക്കൊള്ള മുന്നാരാക്കും ഞാൻ മനസ്സ് വന്നു പറേ. എന്റെ കുട്ടികളൊക്കെ വലിയ സന്നിധാനമാധാരമായിട്ട് ചരിച്ചു വെച്ചിട്ടില്ലേ? ഒരേ കൊണ്ടുപോവാ. ഒരേ മുക്കുറ്റി കള്ളും മുന്നാരാക്കും കൊണ്ടുപോയാ. മുക്കുറ്റി കള്ളും മുന്നാരാക്കും ഞാൻ മനസ്സ് വന്നു. ഒരു കുറ്റി കുടിച്ചും 1 കുറ്റി മാറാപ്പും കെട്ടി ഒരേ. ഞാൻ ഏകനായിട്ട് മനത്തിൽ കൈയെടുക്കുന്നതായ കാലത്തിനകത്ത് എന്താ വേണ്ടതുപോലെ ഫലവീര്യമുള്ളതായിരിക്കുന്ന ഭോജനത്തെ അനുഭവിച്ചാൽ ഏകനായിട്ട് കൈയെടുക്കുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് ഭയമില്ലാതെ കണ്ട് കൈയെടുക്കാനുള്ളതായിരിക്കുന്ന ഒരു ആത്മഫലം ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് ഞാൻ അന്ന് 1 കുറ്റി കുടിച്ചും 2 കുറ്റി മാറാപ്പം കെട്ടി ഞാൻ കൂമ്പരം വന്നിരിക്കുന്നതായ മരത്തിലൂടെ കൈയെടുത്തു പോരാ. കൂമ്പരം കുത്തിയടക്കി അന്ന് 4 മൂലക്ക് 4 ദിക്കിലും ഞാൻ ചരിച്ചു വെച്ചു. ക്ഷണം വേണ്ടുവോളം എടുത്ത് ഉല്ലാസിച്ചതിന് ശേഷം ഒന്ന് ഞായറാഴ്ച നട്ടുച്ച നേരമാകുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് നടുവിൽ നിന്ന് 4 ചെടിക്കും ഞാൻ ഈ കുളുത്തി അല്ലേ. അന്ന് അഗ്നിയും വായുവും ഉപയോഗിച്ചു. എങ്ങാനും ഭാരകാരാൻ ഒരു ഇടവും കണ്ടില്ല. നടുവിൽ നിന്ന് 4 ചെടിക്കും അഗ്നി കൊളുത്തിയാല് ഏത് ദിശയിലാണ് ഞാൻ ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിരിക്കുന്ന അനുഭവം ഉണ്ടാവുക അല്ലേ. എങ്ങാനും ദിക്കും ദിശയും കണ്ടില്ല. അന്ന് കൂമ്പരം വന്നിരിക്കുന്നതായ മുളികേറി കിടക്കുന്നതായിരിക്കുന്ന അനുഭവത്തെയാണ് ഞാൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിനകത്ത് കുത്തിയടക്കി അഗ്നി കൊളുത്തി അഗ്നിക്കിരയാക്കിയത്. അഗ്നിക്കിരയാക്കുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് അത് അഗ്നിയും വായുവും തമ്മിൽ ചേർന്നു അല്ലേ. അഗ്നിയും വായുവും തമ്മിൽ ചേരുന്നതായിരിക്കുന്ന കാലത്തിനകത്ത്
തടുക്കാനാകാത്തതായിരിക്കുന്ന അസാധ്യമായിരിക്കുന്നതായ അനുഭവങ്ങളായിട്ട് അത് മാറി. അന്ന് അങ്ങനെ വരുന്ന കാലത്തിനകത്ത് നടുവിൽ അകപ്പെട്ടു പോയ ഏതൊരാഴ്ചരത്തിന്റെയും അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നതായ കാലത്തിനകത്ത് പ്രാണനെ ഭയമില്ലാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലോ. അതുപോലെ ഞാനും ഭയന്നു, ഞാനും ഭയന്നു. അഗ്നി ആടിപ്പടരുന്നതായിരിക്കുന്ന കാലത്ത് പ്രാണരക്ഷാർത്ഥം ആന കരകേറി അവശേഷിച്ചിരിക്കുന്നതാ കരിനെല്ല് മരത്തിന്റെ മുകളിലേക്ക്. ഇപ്പോഴും പ്രകൃതിയാണല്ലോ അല്ലേ? എന്ത് തന്നെ വനമായാലും അത് പ്രകൃതി എന്നിരിക്കുന്നതായ സൗന്ദര്യാത്മകമായിരിക്കുന്ന ഹരിത നിറങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങളാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് അതിൻ്റെതായിരിക്കുന്ന ഒരു വിധി ഉണ്ടാവും. അതങ്ങനെയാണല്ലോ അല്ലെ? അതുപോലെ പ്രകൃതിയുടേതായിരിക്കുന്ന ആ മടിത്തട്ടിനകത്ത് നിലനിന്നിരിക്കുന്നതായ ജീവജാലങ്ങളിൽ രണ്ട് സർപ്പത്താന്മാര് അല്ലെ? രണ്ട് സർപ്പത്താന്മാര് ആ അഗ്നിയിൽ അകപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കാലത്തിനകത്തും അവരും പ്രാണരക്ഷാർത്ഥം അവശേഷിച്ചിരിക്കുന്നതായ കരിനെല്ല മരത്തിൻ്റെതായിരിക്കുന്ന മുകളിലേക്ക് പാന് കരകയറുന്നതായ കാലത്ത് എന്നെ കണ്ടു അല്ലേ? ഇതിന്റെ ഘാതകൻ ഈ പ്രവൃത്തിയൊക്കെയും ചെയ്തിരിക്കുന്നതായ ആശ്ചര്യമാണ് എന്ന് ബോധ്യമായി അല്ലേ? ഇതിന്റെ ഘാതകൻ ഞാനാണെന്ന് കരുതി എന്റെ ഇടത്തെ മാറിനും വലത്തെ മാറിനും മനുഷ്യൻ പക്കലുള്ളതായിരിക്കുന്ന അനുഭവം ഇടത്തെ മാറിനും വലത്തെ മാറിനും കാളിയനെന്നും കരിവേലനെന്നും ഇരിക്കുന്നതായ രണ്ട് സർപ്പത്താന്മാരും കുത്തി അങ്ങനെ വിഷം ചൊരിഞ്ഞു. കുത്തി വിഷം ചൊരിഞ്ഞ് ഞങ്ങൾ മൂവരും അഗ്നിയെങ്കിൽ വീണ് അഗ്നിപ്രപഞ്ചമായ യോഗം വന്നു പോലെ പോയി. അന്ന് വിഷം ചൊരിയുന്ന കാലത്ത് ഞങ്ങൾ മൂവരും അഗ്നിയിലേക്ക് വീണു. അഗ്നിപ്രപഞ്ചമായ യോഗം വന്നു. അന്ന് നായാട്ടുദേവനായിരിക്കുന്ന ദൈവം തൊണ്ടച്ചൻ അനവരതം അനവധിയായിരിക്കുന്ന മലകളെല്ലാം നായാടി വരുമ്പോൾ ഇഞ്ചിത്തേരാൻ വരുവര, മഞ്ഞത്തേരാൻ വരുവര, ജിത്തം വരുവര, ചേരമാൻ വരുവര, വലിയമുള്ളടക്കാൻ വരാൻ ചെറിയമുള്ളടക്കാൻ വരാനും കത്തികൊത്തിയാമലയും കളിയാടങ്കൽ എന്നിങ്ങനെ ഓടയെന്ന പെരിങ്കാട് സൂര്യനാർ വനത്തകവും നായാടി ഊമ്പരം വന്നിരിക്കുന്ന വനത്തിലൂടെ കയ്യെടുക്കുന്നതായ കാലത്തിനകത്ത് ഒരേ എന്റെ ഉരവും നിറവും കണ്ടു. അഗ്നിയിൽ വീണ് എന്റേതായ ദേഹത്തിനകത്ത് വിഭൂതി എന്നിരിക്കുന്നതായ അനുഭവങ്ങളെല്ലാം നിലനിൽക്കുന്നതായ കാലത്തിനകത്താണ് തൊണ്ടച്ചിന്റെ ഉരവ്. അങ്ങനെ എൻ്റെ ഉരവും നിറവും കാണുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് വിൽക്കാല കൊണ്ടൊന്ന് തട്ടി നോക്കി. വിൽക്കാല കൊണ്ടൊന്ന് തട്ടി നോക്കുന്നതായ കാലത്തിനകത്ത് വിൽക്കാല പിടിച്ച് കരവാരി പോലെ എന്താ ഇന്ന് എന്റെ ഊരും പേരുമെന്ന് വിശേഷിച്ചൂരില്ല. പേര് കടനെന്ന് പറഞ്ഞു. കണ്ടതുകൊണ്ട് കണ്ടനാറുകള എന്നുള്ളതായിരിക്കുന്ന നാമധേയം കൽപ്പിച്ചു. അന്നെന്റെ കൊട്ടപ്പാറ കുഞ്ഞിക്കൊരേണ്ടതായിരിക്കുന്ന കഞ്ഞിരാശി ആധാരമായിട്ട് നെരുപ്പും പോരവും വാങ്ങിത്തളിഞ്ഞ കയ്യേറ്റ പോലും കാലത്തിനകത്ത് അള്ളട സ്വരൂപം നാട്ടിനകത്തൂടും ഭേദമായിട്ട് കൈയെടുത്തു. എന്ന് വേണ്ട കോലസ്വരൂപം നാടിനകത്തൂടും ഭേദമായിട്ട് നിലകൊണ്ടുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് അഗ്രശാല മാതാവിൻ്റെതായിരിക്കുന്ന ഒരു അമരഭൂമി ആധാരമായിട്ട് എന്റെ തുല്യവളപ്പിൽ തരമാണ് സന്നിധാനത്തിനകത്ത് ഇന്ന് പ്രഭാത കാലത്തിനകത്ത് എന്റെ നെരുപ്പവും വാങ്ങിത്തെളിഞ്ഞ് കയ്യേറ്റിരിക്കുന്ന നന്മുഹൂർത്തമാണ് അല്ലേ? അങ്ങനെയാണല്ലോ ശേഷിച്ചിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിറ്റാലും ദൈവം തൊണ്ടച്ചിൻ്റെതായിരിക്കുന്ന വാമൊഴികളിൽ നിന്ന് കേൾക്കേണ്ടതായിരിക്കുന്ന വിധികളാണ് അല്ലെ? ഇപ്പോഴത്തെ നേരം ഇരുളോടെ വന്ന് ഇരുളോടെ കയ്യെടുക്കേണ്ടതായിരിക്കുന്ന ഘട്ടങ്ങളാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് അല്ലെ? പ്രഭയില്ല, പ്രഭ തട്ടാതെ കണ്ട് ഇരുളിൽ നിന്ന് വന്ന് ഇരുളിലേക്ക് തന്നെ മറയേണ്ടതായിരിക്കുന്ന ദൈവം മതിച്ച മസാല കണ്ടനാരകളേണ്ടതായിരിക്കുന്ന ഈ പേരും നേർത്തിട്ട് നിറഞ്ഞു കണ്ടിരിക്കുന്നതും പരമാർത്ഥമെന്ന് വരികിൽ ഇവിടെ തന്നെ വാരി പറഞ്ഞ് കയ്യെടുക്കുന്നതായ കാലത്തിനോ കരിയന്ത്രിക്കുന്നു പറയിപ്പിക്കാതെ സ്വന്തമായി ഇന്നോ ഇന്നലെയോ മുൻകരം പിടിച്ചിരിക്കുന്നതായിരിക്കുന്ന ബന്ധങ്ങളല്ല അനവരതം അനവധി എന്നിരിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ എൻ്റെ കർമ്മമധ്യയെ ശോഭിതമായിരിക്കുന്നതായ നാലുവടികൾ തന്നെയാണ് നിനക്ക് എന്നും ഓർത്തെടുക്കാനുള്ളതായിരിക്കുന്ന വഴികളുണ്ട്. ഇവരെന്നാലും അഗ്നിയിലേക്ക് അകപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് മറ്റുള്ളതായിരിക്കുന്ന പഞ്ചഭൂത ഗണങ്ങളെ പോലെയല്ല അഗ്നി എന്നുള്ളത് ഏവർക്കും കണ്ടറിയാനും കേട്ടറിയാനും അനുഭവിച്ചറിയാനും സാധ്യമാകുന്നതായിരിക്കും ഒരു സത്യമാണ് അല്ലേ? ഭയക്കണം, ഭയന്നു പോകുന്നതായിരിക്കുന്ന കാലത്തിനകത്ത്
ഭയപ്പാടിൽ നിന്ന് കരകയറിയിരിക്കുന്നതായിരിക്കുന്ന വിധികളാണല്ലോ ആവട്ടെ. എന്നിരുന്നാലും കുട്ടോളം അഗ്നിയെങ്കിൽ അകപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കാലത്തിനകത്തും രോമക്കാലിന് വാട്ടം വരുത്താതെ കൊണ്ട് തന്നെ ഞാൻ പരിപാലിക്കുന്നുണ്ട്. മറ്റുള്ള ക്ഷേത്രേശ്വരന്മാരാരെങ്കിലും ഉണ്ടോ? തിരുമക്കളകത്തോടമുള്ളതായിരിക്കുന്ന അവസരവരെ താഴെ തക്കവണ്ണം രക്ഷിച്ചെടുക്കണേ ദൈവേ മതിച്ചവസാരം കണ്ടതാറുകളാന്നുള്ളതായിരിക്കുന്ന അവരത് മനവധി നീട്ടി വിശേഷിക്കുന്നില്ല. പാരപ്പറന്ന പൂർവ്വം വീടുത്ത് കൂടിക്കണ്ടു കണ്ണട തറവാടാധാരമായിട്ട് ദൈവം തുണ്ടച്ചിരിക്കുന്നതായിരിക്കുന്ന ആത്മബന്ധം നെറുകയിൽ ചാർത്തിയിരിക്കുന്നതാകുന്ന ഒരു പൊൻപക്ഷം പോലെ കൊണ്ട് നടക്കുന്നിരിക്കുന്ന പാരമ്പര്യമുണ്ടല്ലോ ആവട്ടെ. ദൃഢമായി സ്ഥിരമാധാരമായിട്ടും വേറിട്ടുള്ളതായിരിക്കുന്ന എണ്ണങ്ങളൊന്നുമല്ല. ഒരു കണ്ണിലൂടെ ദർശിക്കുമ്പോഴും